വ്യൂവേഴ്സ്, വെൽക്കം ടു മലയാളീസ് വ്ലോഗ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഥയുടെ ബാക്കി ഭാഗമായിട്ടാണ്. അതായത് അക്കൈ പത്മശാലിയുടെ ഞാൻ വളർന്ന നാളുകൾ എന്ന കഥയാണല്ലോ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിലെ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്തു. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ആ കഥയുടെ ബാക്കി ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അക്കയുടെ അച്ഛൻ ചെറിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടതിനെ തുടർന്ന് അവർ മൊത്തം ദാരിദ്ര്യത്തിലാവുകയാണ്, ആ ഒരു കുടുംബം മുഴുവനായിട്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതവരുടെ കുടുംബത്തിലെ സമാധാനം തന്നെ തകർത്തു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരു നല്ല ഭക്ഷണമോ വസ്ത്രമോ ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പുറത്ത് ആളുകൾ വലിച്ചെറിഞ്ഞിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ശ്മശാനങ്ങളിൽ ഈ ശവ സംസ്കാരമൊക്കെ നടക്കുമ്പോൾ ആ ഒരു മൃതദേഹത്തിന് അരികെ പഴങ്ങളൊക്കെ കൊണ്ടുചെന്ന് വെക്കും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെയാണ് ഇവർ ഭക്ഷിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ പൈസ, അതായത് ഇവർ സാധനങ്ങൾക്കുള്ള ക്യാഷ് എങ്ങനെ കണ്ടെത്തിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്മശാനങ്ങളിൽ ഈ മൃതദേഹങ്ങളിൽ കൊണ്ടുപോയിട്ട് നാണയങ്ങളും അതുപോലെ തന്നെ ഈ നോട്ടുകളൊക്കെ എറിയും. അപ്പോൾ ആ ക്യാഷ് എടുത്തിട്ടാണ് അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത്രയും ദുഷ്കരമായ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. സ്കൂളിലും ഇതുപോലുള്ള വിവേചനങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വസ്ത്രം ഇടുന്നത് കണ്ടാൽ തന്നെ അറിയാലോ ഇവർ കുറച്ച് ബുദ്ധിമുട്ടുന്ന വരുന്നതാണെന്ന്. അപ്പോൾ ആ ഒരു വിവേചനം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമ്പന്നരുടെ മക്കളാവുമ്പോൾ ഇവരായിട്ട് കളിയാക്കുക, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ കളിയാക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂളിലും ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റി നിർത്തും, അക്കയെ മാറ്റി നിർത്തും. പ്രത്യേകിച്ച് അവർക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് അറിയോ, അവൻ ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ഒരുപാട് കളിയാക്കലുകൾ അക്കയ്ക്ക് അവിടെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ജാമിതീയ ക്ലാസ്സിൽ, ഈ കണക്ക് ക്ലാസ്സാണ് ഈ ജാമിതീയ ക്ലാസ് പറയുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ വെച്ചിട്ട് അക്ക എഴുന്നേറ്റ് നിന്ന സന്ദർഭത്തിൽ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അവളേനെ എന്താ ചെയ്തതെന്ന് അറിയോ, ഒരു കോമ്പസ് ഇങ്ങനെ തറപ്പിച്ച് വെച്ചു. അവൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൂർത്ത മുന മുകളിലാക്കി തറപ്പിച്ച് വെക്കുകയാണ്. ഇവളറിയാതെ പാവ അതിൽ ഇരുന്നപ്പോൾ എന്താണ്ടായത്, ഒരുപാട് ബ്ലഡ് അതിൻ്റെ ഭാഗമായിട്ട് പോയി. അവൾക്കാണെങ്കിൽ കരച്ചിൽ വന്നിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ടീച്ചേഴ്സ്, അതായത് അധ്യാപകരൊന്നും അവൾക്ക് സപ്പോർട്ടില്ല. അപ്പോൾ പേടിച്ചിട്ട് അവളൊന്നും പറയാനും പോയില്ല. അവൾക്കാണെങ്കിൽ കൂട്ടുകാരികളോടൊപ്പം, അതായത് പെൺകുട്ടികളോടൊപ്പം കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അവരുടെ ഒപ്പം കൂട്ടുകൂടാനൊക്കെ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അവരൊന്നും അവളെ കൂടെ കൂട്ടിയില്ല. അധ്യാപകരും അവളെ ഒരു മോശമായ രീതിയിലാണ് കണ്ടിരുന്നത്. അവൾക്ക് പ്രത്യേകിച്ച് മേശയും കസാരയൊക്കെ കൊടുത്തു അവർ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പെണ്ണത്തം കൂടുതലാണ്, അത് മറ്റു കുട്ടികളിലേക്ക് പകരും എന്നാണ് അവർ അതിനു വേണ്ടി പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷമങ്ങൾക്കിടയിൽ ഒന്നും അവൾക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവൾക്ക് അവളുടെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാണ്. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ അവളോട് ഈ ഒരു കാര്യത്തിൽ എതിർപ്പാണല്ലോ ഉള്ളത്. അങ്ങനെ നമ്മുടെ അക്കൈ ഒരു 11ാമത്തെ വയസ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് അവളുടെ അനിയൻ കണ്ടിട്ട് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ അനിയൻ അവളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവളെ അംഗീകരിച്ചത് കൊണ്ടോ അല്ല രക്ഷപ്പെടുത്തിയത്. അവളെ ആരും അംഗീകരിച്ചിരുന്നില്ല എന്ന് പ്രത്യേകിച്ച് അവൾ എടുത്ത് പറയുന്നുണ്ട്. അച്ഛനോ അമ്മയോ ആരുടെയും ഒരു അംഗീകാരം അവൾക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതായത് ഇവിടെ നിന്ന് പോയിക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അച്ഛൻ പുറത്താക്കിയത്. അവൾ അങ്ങനെ പുറത്ത് പോയി ഒരു തെരുവിൽ പോയി നിന്നു. അവൾക്കാണെങ്കിൽ എങ്ങോട്ട് പോകാനും അറിയില്ല. ആ സമയം പറഞ്ഞ ഒരു ഒക്ടോബർ മാസമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ ആകെ 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവൾ ഒരു 6-7 മണിയായപ്പോൾ തണുത്ത് പറയ്ക്കാൻ തുടങ്ങി. നല്ല വിശപ്പ് അവൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് തെരുവിലാണല്ലോ അവൾ കഴിയുന്നത്. അവളെ ഒരുപാട് പേര് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾക്കാണെച്ചാൽ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. അവരിൽ നിന്ന് ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ഒരു 10 ദിവസത്തോളം ഒരു നരക തുല്യമായ ഒരു ജീവിതമായിരുന്നു അവൾ ആ തെരുവിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് അവർക്കൊരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. പബ്ലിക് ടോയ്ലറ്റാണ് അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പോലീസുകാർ വന്ന് അവരെ ഇറക്കി വിടുമ്പോൾ ഈ രാത്രി ഈ പോലീസുകാർ തന്നെ ഇവളെ തേടി വരുന്ന പറയുന്നത്. അപ്പം അത്രയും മോശമായ ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു ജീവിതകഥയാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, 10 ദിവസത്തിന് ശേഷം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും എൻ്റെ ജീവിതം നരകതുല്യമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പോവാം എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് തന്നെ അവൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയപ്പോൾ അച്ഛൻ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അവളെ കണ്ടപാടെ അച്ഛൻ എഴുന്നേറ്റ് അവളെ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ വേണ്ടി തുടങ്ങി. അച്ഛനെ കണ്ടപാടെ അവൾ ബോധം കെട്ട് വീണു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അവളുടെ അമ്മയും വീട്ടുകാരൊക്കെ കൂടി അവളെ രക്ഷിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, അതുപോലെ തന്നെ പാൻറ്റും ഷർട്ടും അണിഞ്ഞ് നടക്കണം, ഒരു ആൺകുട്ടിയെ പോലെ നടക്കണം എന്ന് അവളോട് പറഞ്ഞു. അവൾക്കാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരു 12ാമത്തെ വയസ്സിൽ അവൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് ലക്ഷ്മി ദേവിയാണ്. ആ ദേവിയെ പോലും അവൾ പഴിച്ചു. അതോടുകൂടി അവൾക്ക് വിശ്വാസം തന്നെ ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അവൾ മരിക്കാൻ ഉപയോഗിച്ച കയറ്, ആ കയറിനോട് പോലും അവൾക്ക് ഒരു വിഷമം തോന്നി. അങ്ങനെ അവൾ ആ സമയം കൊണ്ട് പെട്ടെന്ന് അവൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് മരിക്കുന്നത്, എനിക്കെല്ലാം ഉണ്ട്, അപ്പോൾ എനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മരിക്കരുത് എന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിൽ വരികയാണ്. ആ ഒരു 2 സെക്കൻഡ് കൊണ്ട് അവളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നാണ് പറയുന്നത്. അക്കയുടെ ഒരു 10ാമത്തെ വയസ്സ് മുതൽ തന്നെ അക്കൈ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ കുഞ്ഞമ്മ ഒരു ഗായികയാണ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ആദ്യം അക്കൈ പോയി. പക്ഷെ അവർക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവളോട്. അങ്ങനെ അവൾ അമ്മൂമ്മയെ ഗുരുവായിട്ട് നിർത്തിയിട്ട് അമ്മൂമ്മയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു. പക്ഷേ അമ്മൂമ്മയ്ക്ക് അറിയായിരുന്നു അവരുടെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്കും അവളെ പാട്ട് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എല്ലാവരിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവളുടെ സുഹൃത്തായ ത്രിവേണി അവളെ ഒരു ചിത്ര ചിദംബരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗായികയുടെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. 10-60 കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഇവളെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്തു. ഒരുപാട് സഹായങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. പക്ഷെ അവിടെയും അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. കുറച്ച് പേര് അവളുടെ കൂടെ പഠിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. കുറച്ച് പേര് ഒന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇനി ഇവിടേക്ക് വരില്ല, ക്ലാസ്സിന് ഇവൾ പോവാതെ എന്ന് പറഞ്ഞു. അവസാനം അക്കയ്ക്ക് പറയേണ്ടി വന്നു ആ ഒരു ഗുരുവിനോട്, താൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, താൻ കാരണം 10-40 കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് ഇല്ലാതാവരുത്, അതുകൊണ്ട് ഞാൻ പഠനം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മുടെ അക്കൈ എത്തിച്ചേരുകയാണ്. അതോടുകൂടിയിട്ട് അവളുടെ സംഗീത പഠനം അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ അവൾക്ക് പിന്തുണയായിട്ട് ചന്ദന എന്ന് പറഞ്ഞൊരു ചാനലിൽ സംഗീതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് അവൾ പിന്നീടുള്ള സംഗീതം പഠിച്ചെടുത്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവളുടെ വീടിൻ്റെ അടുത്ത് വാടകക്കാരായിട്ടൊരു കുടുംബം എത്തി. അവിടെ ഒരു വേണുഗോപാൽ എന്ന് പറഞ്ഞൊരാളുമായിട്ട് അവൾ സൗഹൃദത്തിലാവുകയാണ്. പിന്നീട് അങ്ങോട്ട് അവരുടെ കുറച്ച് കഥകളാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കഥ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.